നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഒരു അടിപൊളി എന്നാൽ ഹെൽത്തിയും ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായി ഞാൻ 2 കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ പത്തിരിപ്പൊടി, ഇടിയപ്പം പൊടി, അപ്പപ്പൊടി, ആപ്പം പൊടിയൊക്കെ. ഓക്കെ, സോ അതിലേക്ക് ഞാൻ 1/2 കപ്പ് തൈര് ഒഴിച്ചു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ വന്നിട്ട് നമ്മൾ അതിനൊന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ ആക്റ്റീവ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം അതിനെ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ച ശേഷം അതിനെയും കൂടി മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മാവിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, 1 മണിക്കൂർ ഇരിക്കണം. ചെറിയ ഉള്ളിയാണെങ്കിൽ വളരെ ബെസ്റ്റ്. ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, എരിവിന് ആവശ്യത്തുള്ളത്, മല്ലിയില, അതെല്ലാം കൂടി കുനുകുനുകുനേന്ന് മുറിച്ച് ഈ മാവിലേക്ക് ഇട്ട് നമ്മൾ നല്ലോണം അതും കൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റിയ ഒരു ട്രേയോ അതിന് പറ്റിയ ഒരു പാത്രമോ എടുക്കുക. ഞാനിന്ന് എടുത്തിരിക്കുന്ന കേക്ക് ട്രേ ആണ്, അതുകൊണ്ട് എനിക്ക് നല്ല കട്ടിയിലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് കട്ടി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തിന്നായിട്ടുള്ള ട്രേ എടുക്കുക. അതിൽ കുറച്ച് നെയ്യോ എണ്ണയോ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുത്ത ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മുളക് പൊടി വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. തണുത്ത ശേഷം അതിനെ ഇങ്ങനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേക്ക് ട്രേയിൽ ഇട്ടുകൊണ്ടാണ് നല്ല തിക്നെസ് കിട്ടിയിട്ടുണ്ട്. ഇതേ നിങ്ങൾ കുറച്ച് തിൻ മതി എന്നുണ്ടെങ്കിൽ ഒരു തിന്നായ ട്രേയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, പറഞ്ഞ പോലെ. എന്നിട്ട് അതിന് ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്യുക. സ്ക്വയർ ഷേപ്പിലും കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് അതിനെ നമ്മൾ പിസ്സയുടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. സോ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യൂ കേട്ടോ. പിന്നെ ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യൂ, ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കതിനൊന്ന് കടുക് വറുക്കണം. അതിനായി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കടുക്, പിന്നെ നമ്മളതിലേക്ക് എള്ള്, കറുത്ത എള്ള് കേട്ടോ. കറുത്ത എള്ളാകുമ്പോൾ വയറ്റിന് നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അതാണ് അതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിനെ ഒന്ന് ഇതിലേക്ക് വിതറി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഞാൻ അതിൻ്റെ മേലെ നമുക്ക് വന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ മല്ലിയില, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിന ഇഷ്ടമാണെങ്കിൽ അതിടുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മേത്തി ലീവ്സ് ഇടുക. അങ്ങനെ ഏത് വേണമെങ്കിലും മുകളിൽ ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ നട്ട്സാണോ വേണ്ടതെങ്കിൽ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തിട്ട് അത് വിതറി കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ടോപ്പിംഗ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. ഹാപ്പി കുക്കിംഗ്.